സംഭവം പറയാം. ബൈബിളിലെ പിതാക്കന്മാർക്ക് കുറവുകളുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും കല്യാണന്മാർക്കൊന്നും കുറവുകളില്ല, പിന്നെ തന്നെയാണ്. അവർക്കൊക്കെ കുറവുണ്ടായിട്ടുണ്ട്. അതെന്നെ ബൈബിൾ എഴുതി വെച്ചിട്ടുമുണ്ട് കേട്ടോ. ബൈബിളിൽ നന്മ മാത്രമല്ലല്ലോ, ഓരോ കഥാപാത്രങ്ങളുടെയും കുറവുകൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യത്തെ മാർപ്പാപ്പ പത്രോസാണ്. ബൈബിൾ എഴുതിയ കാലത്താണ് ചെയ്യാറുണ്ട്. പത്രോസിന്റെ പുസ്തകം എഴുതാതെ നന്മ മാത്രം എഴുതിയിട്ടായിരുന്നു. പക്ഷെ ബൈബിൾ എന്താ എഴുതിയിരിക്കുന്നത്? പത്രോസിന്റെ നന്മ മാത്രമല്ല, പത്രോസിന്റെ വീഴ്ചകളും വൃത്തി എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ബൈബിളിന്റെ പ്രത്യേകത. ബൈബിൾ സമഗ്രതയാണ്, സത്യമാണ്. അപ്പോൾ ഈ പൂർവ്വപിതാവായ അബ്രാഹത്തിന്റെ ചരിത്രമോ എന്ന് മടുത്തോ? മടുത്തോ? ഇല്ല, ഇപ്പോഴത്തെ പറയാം. രസകരമായ കഥയാണ്. അബ്രാഹവും സാറായും അവർ കല്യാണം കഴിച്ച് 75 വയസ്സായി നാട് വിട്ടു. ദൈവം പറഞ്ഞ പോലെ കാനാന്തേശ ലക്ഷ്യമാക്കി പോയി കുറെ കഴിഞ്ഞെങ്കിൽ പുതിയ സ്ഥലത്ത് താമസം തുടങ്ങി. ദൈവം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മക്കളുണ്ടാവുമെന്ന് പറഞ്ഞാൽ പോകുന്നത്. 75 വയസ്സ് പോയി ചേർത്ത് 70 വയസ്സ് പ്രായം. രണ്ടുപേരും പോയി പുതിയ സ്ഥലത്ത് താമസം തുടങ്ങി. അതിനകത്ത് ഇങ്ങനെയാണ് പറയുക, ദൈവം പറഞ്ഞത് കേട്ട് പോയ അബ്രാഹം ചെന്ന് വാർത്ത ദേശത്ത് ക്ഷാമം ഉണ്ടായി. അടുത്ത സെൻസ് കഠിന ക്ഷാമം. ഒരു രക്ഷയില്ല, പച്ചവെള്ളം പോലും ഇല്ലാണ്ടായാൽ കുടിക്കാൻ പോലും വെള്ളമില്ല. അവസാനം അബ്രാഹം പറഞ്ഞു, നമുക്ക് ഈ നാട് വിട്ട് പോയേക്കാം. എങ്ങോട്ട് പോകാമോ? ഈജിപ്തിലേക്ക് പോകാൻ പോയി. കാരണം ഈജിപ്തിൽ അത് സമൃദ്ധിയുണ്ട്. ഈജിപ്തിൽ ഇഷ്ടംപോലെ സമൃദ്ധിയുണ്ട്. അപ്പോൾ പറഞ്ഞു, ഈ അബ്രാഹം പറഞ്ഞു സാധാരണ നമുക്ക് നേരെ ഈജിപ്തിലേക്ക് പോകാം. അവിടെ ചെന്നാൽ നമുക്ക് ധാന്യമില്ല. കാരണം അബ്രാഹം അന്നത്തെ കാലത്ത് വലിയ ധനികനായ സമ്പന്നനായ മനുഷ്യൻ, നാട്ടുപ്രമാണിയാണ്. അപ്പൊ അങ്ങനെ പറവോടെടുക്കുന്ന അദ്ദേഹം ഡിമാൻഡുണ്ട്. അപ്പൊ അങ്ങനെ അബ്രാഹം സാറായെ കൂട്ടി നേരെ പോവാണ് ഈജിപ്തിലേക്ക്. ശ്രദ്ധിക്കണം, ഈജിപ്തിലേക്ക് പോവാണ്. അങ്ങനെ നടന്ന ഈജിപ്തിലെത്തി പറവോടെ കൊട്ടാരത്തിനടുത്തെത്തി. കൊട്ടാരത്തിനടുത്തെത്തി പറവോട് സാറാമയോട് അബ്രാഹം പറഞ്ഞു, സാറാമയെ ഞാൻ നിങ്ങളുടെ രഹസ്യം പറയാം. സാറാമിനെ ചെവി ഇങ്ങനെ വേർപ്പൊപ്പിച്ചു. അപ്പോ അബ്രാഹം പറഞ്ഞു, ഇതാണ് രഹസ്യം, നീ ഭയങ്കര സുന്ദരിയാണ്. 80 വയസ്സായ അബ്രാഹത്തിന്റെ വിത്ത് കൊടുത്തിട്ടുണ്ട്. മനുഷ്യനാണ് ഇതേ പറയാം. ഇത്രയും വയസ്സായപ്പോൾ നന്നായിട്ട് പറയും. അബ്രാഹം നല്ലൊരു സത്യം ഞാൻ നിങ്ങൾക്ക് പറയാതിരുന്നതാണ്, നീ ഭയങ്കര സുന്ദരിയാണ്. ഞാൻ ഇത് പറയാൻ ഒരു കാരണമുണ്ട്. അബ്രാഹം പറഞ്ഞു, എന്നതാണ്? അപ്പോൾ അബ്രാഹം പറഞ്ഞു, ഈ രാജാക്കന്മാരൊന്നും അത്ര മിടുക്കന്മാരല്ല, അത്ര ക്ലിയറല്ല. ഞാൻ ശ്രദ്ധിക്കണം. ഈ രാജാക്കന്മാർക്കൊക്കെ ഒരു പ്രശ്നമുണ്ടെന്നറിയോ? എവിടെ നല്ലതിനുണ്ടാകും രാജാവ് ആരുടെ നല്ലൊരു പാട്ടുകാരനെ കണ്ട രാജാവ് കൊട്ടാരത്തിൽ പാട്ടുകാരനാകും. നല്ല നർത്തകിയെ കണ്ട കൊട്ടാരത്തിൽ നർത്തകിയാകും. നല്ല കവിയെ കണ്ട കൊട്ടാരത്തിൽ കവിയാകും. തമാശ പറയുന്ന കണ്ട കൊട്ടാരത്തിൽ ഭൂഷണനാകും. ആരോഗ്യമുള്ളവരെ കണ്ട കൊട്ടാരക്കാരനാകും. അങ്ങനെ രാജാവ് എല്ലാം നല്ലത് സ്വന്തമാകും. അപ്പോൾ സുന്ദരിയെ കണ്ട രാജാവ് എന്ത് ചെയ്യും? സ്വന്തമാകും. അല്ലെങ്കിൽ രാജ്ഞിയാകും, അല്ലെങ്കിൽ തോന്നിയെങ്കിലും ആകും. അതുകൊണ്ട് സാധാരണ ഞാൻ പറഞ്ഞത് സത്യമായിട്ട് ശരിയാണ്. നീ ഭയങ്കര സുന്ദരിയാണ്.